ചെയ്യാം. ഉദ്ഘാടന പ്രസംഗത്തിനായി ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. വേദിയിലും സദസ്സിലുമുള്ള ഇഷ്ട വ്യക്തികളെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പുതിയൊരു വികസന കുതിപ്പാണ് ഇവിടെ പങ്കെടുത്ത എല്ലാവരും അതീവ സന്തുഷ്ടരാണ്. ഇതിനെക്കുറിച്ച് അറിയുന്നവരും എല്ലാം വലിയ തോതിൽ സന്തോഷിക്കും. അതാണ് ഏതൊരു വികസനത്തിൻ്റെയും പ്രത്യേകത. വിമാനത്താവളം വിമാനങ്ങൾ വരികയും പോവുകയും അതിനാവശ്യമായ വിനിയോഗ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. പക്ഷേ കാലാനുസൃതമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് എവിടെയും ബാധകമായ ഒരു തത്വമാണ്. ഈ കാലാനുസൃതമായ മാറ്റം ഇയാൾ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് ഇയാളിന്റെ വിജയരഹസ്യം. അത്തരം വികസന കാര്യങ്ങളിൽ പൊതുവെ എല്ലാവരും താല്പര്യമാണ്. ഞാൻ വികസിച്ചു വരുമ്പോൾ ഇയാളിന്റെ ഓഹരി ഉടമകൾ മാത്രമല്ല, ഇയാളുമായിട്ട് ബന്ധപ്പെടുന്ന ലക്ഷക്കണക്കിൽ യാത്രക്കാർ നമ്മുടെ നാടാകുകയും സന്തോഷിക്കുകയും മാത്രമല്ല, യാത്ര ചെയ്ത് ഇവിടെ എത്താനിടയാകുന്ന സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്തുള്ള ഒട്ടേറെ യാത്രക്കാർ ഈ കാര്യങ്ങളിൽ അങ്ങേയറ്റം സന്തുഷ്ടരാകുന്നതാണ് നാം കാണുന്നത്. അതാണ് കാലാനുസൃതമായ വികസനത്തിന്റെ പ്രത്യേകത. ഇവിടെ പുതിയൊരു അധ്യായം കൂടിയാണ് ഇയാളുടെ ഏറോപ്പ ഫേസ് വണ്ണിന്റെ വരവോട് കൂടിയിട്ടാണ്. പറഞ്ഞ സന്തോഷത്തോടെ ഞാൻ ഏറോപ്പ ഫേസ് വണ്ണിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കും. ഏവിയേഷൻ സംബന്ധമായ എല്ലാവിധ സർവീസുകളും കൂടിച്ചേരുന്ന പ്രത്യേക മേഖലയാണ്. ഈ മേഖലയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ എമ്പാടും വിഭാഗങ്ങൾ ഇവർക്ക് പുറമെ ഉടനടി ഇതിനോടൊപ്പം ചേർക്കപ്പെടുന്ന 101 കോടി രൂപയുടെ സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഈ പ്രത്യേക മേഖല. തൊഴിലിടങ്ങൾ, വിവിധ തരത്തിലുള്ള സാങ്കേതിക പരിശീലനങ്ങൾ, സൗകര്യങ്ങൾ, വിമാന അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സൗകര്യം, വിമാനം ദീർഘകാലം പാർക്ക് ചെയ്യാനുള്ള സംവിധാനം, സ്റ്റോറേജ് സംവിധാനങ്ങൾ, സെമിനാർ ഹാളുകൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടും. മാത്രമല്ല, ഇവിടെ നിന്നും എയർപോർട്ട് ഓപ്പറേഷൻ ഏരിയയിലേക്കും സിറ്റി സൈഡിലേക്കും കണക്ടിവിറ്റിയും ഒരുക്കിയിട്ടുണ്ട്.
ഈ സംവിധാനം യാഥാർത്ഥ്യമാകുന്ന വഴി നേരിട്ട് 2000-ഓളം പേർ, അതിന്റെ 3-2 പേർക്ക് പരോക്ഷമായി തൊഴിൽ ലഭിക്കും. അതായത് ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയുടെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു കേന്ദ്രമായി ഇത് മാറും. കഴിഞ്ഞ 10 വർഷക്കാലമായി നടപ്പിലാക്കി വരുന്ന വികസന കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റുന്നത് എന്നതിന്റെ നേർചിത്രമാണ് ഒരു നാടിന്റെ വ്യവസായ സാമ്പത്തിക വളർച്ചയുടെ കരുത്തിന്റെ കേന്ദ്രമാണ് വിമാനത്താവളമെന്ന് യാജിലൂടെ നമ്മൾ ലോകത്തിൽ കാണിച്ചു കൊടുക്കുകയും വിമാനത്താവള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്ത 200 കോടി രൂപയുടെ പദ്ധതിയായ 2.0 കഴിഞ്ഞ വർഷമാണ് നാടിന് സമർപ്പിച്ചത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ തലത്തിൽ യാലിനെ ഒരു സ്മാർട്ട് എയർപോർട്ടായി മാറ്റുന്ന ഈ പദ്ധതി ഡിജിറ്റൽ യുഗത്തിൽ കേരളം കൈവരിച്ച അഭിമാനാർഹമായ നേട്ടങ്ങളിൽ ഒന്നായി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബിസിനസ് ജെറ്റ് ടെർമിനൽ, യാത്രക്കാർക്കായി എയറോ ലോഞ്ച്, താജ് കൊച്ചി എയർപോർട്ട് ഹോട്ടൽ, അത്യാധുനിക ഇമ്പോർട്ട് കാർഗോ ടെർമിനൽ, ഇവയെല്ലാം ഈ കാലയളവിൽ നാടിന് സമർപ്പിക്കാനായി. രംഗത്ത് EATS സംവിധാനം, യാത്രക്കാർക്കായി ഇൻഫോസ് ഡിജി യാത്രാ സോഫ്റ്റ്വെയറും സജ്ജമാക്കി. വിമാനത്താവള മത്സരത്തെ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാനുള്ള ഓപ്പറേഷൻ പ്രവാഹ ഉൾപ്പെടെയുള്ള ശാസ്ത്രമായ പദ്ധതികൾ സിയാലിനെ കൂടുതൽ ജനകീയമാക്കി. സിയാൽ പാർക്കിലെ മറ്റൊരു പുതിയ സംരംഭമായ CIASL ബിസിനസ് സെന്റർ നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. 40,000 ചതുരശ്ര സ്റ്റഡി വിസ്തീർണത്തിൽ 30 കോടി രൂപ ചെലവ് നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ ഓഫീസുകൾക്കും വർക്ക് സ്പേസുകൾക്കും സപ്പോർട്ട് സർവീസുകൾക്കുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തോട് ചേർന്നുള്ള ഈ ബിസിനസ് പാർക്ക് ഏവിയേഷനും അനുബന്ധ സേവനങ്ങൾക്കും ബാങ്കിംഗ്, കൺസൾട്ടൻസി, സ്റ്റാർട്ടപ്പ് മേഖലയിലുള്ള കമ്പനികൾക്കും വലിയ രീതിയിൽ സഹായകമാണ്. വിമാനത്താവള പ്രവർത്തനങ്ങളുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന എയർസൈഡ് ഓപ്പറേഷൻസിന്റെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച അത്യാധുനിക ടെക്നിക്കൽ സർവീസസ് ഫെസിലിറ്റിയും ഇന്ന് പ്രവർത്തന സജ്ജമാവുകയാണ്. വിമാനത്താവളത്തിലെ സാങ്കേതിക പരിപാലന രംഗത്ത് വികസിപ്പിക്കുന്ന നിയന്ത്രണ സംവിധാനം വരുത്തുന്നതാണ് ഇതിന്റെ പ്രത്യേകത. എയർസൈഡ് മെയിൻ്റനൻസിനും വികസന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ അത്യാധുനിക യന്ത്രങ്ങൾ, വാഹനങ്ങൾ എന്നിവയുടെ സംഭരണവും വിന്യാസവും അറ്റകുറ്റപ്പണികളും ഈ വിങ് നേരിട്ട് നിർവഹിച്ചു. 13 കോടി രൂപ ചെലവഴിച്ചാണ് ഈ വിഭാഗം സജ്ജമാക്കിയിട്ടുള്ളത്. അഗ്നിശമന സേനയുടെ കാര്യക്ഷമത വർദ്ധിക്കാനുള്ള പദ്ധതിയാണ് 2 കോടി രൂപ ചെലവ് നിർമ്മിച്ച ഏവിയേഷൻ അപ്പാരറ്റസ് ട്രെയിനിങ് കേരളം. അതീവ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ പോലും ഓരോ ജീവനും രക്ഷിക്കാൻ നമ്മുടെ സേനാംഗങ്ങളെ പ്രാപ്തരാക്കുന്നതിൽ ഇത് സഹായകമാണ്. 800
ചതുരശ്ശേരിയിൽ സ്ട്രക്ചർ നിർമ്മിച്ച ഈ ഗാലറി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതാണ്. ഉപനഗരങ്ങളും ഇടുങ്ങിയതുമായ സ്ഥലങ്ങളിൽ ജീവൻ രക്ഷാപ്രവർത്തനം നടത്താൻ അഗ്നിശമന സേനാംഗങ്ങളെ ഇത് പ്രാപ്തരാകും. ഇയാളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ ഈ ഗാലറി വലിയ പങ്ക് വഹിക്കുമെന്നത് സംശയമില്ല. ഇയാളുടെ സമ്പൂർണ്ണ ഏവിയേഷൻ സുരക്ഷിതമാക്കി മാറ്റുക, ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ യൂറോപ്പ സ്പേസ് ഫണ്ടിന്റെ ഭാഗമായി 56 കോടി രൂപയുടെ മറ്റ് 3 പുതിയ പദ്ധതികൾ കൂടി ഇവിടെ ഉടനടി സജ്ജമാക്കാൻ തീരുമാനിച്ചു. 45 കോടി രൂപ ചെലവഴിക്കുന്ന കേരളത്തിലെ ആദ്യ കവേർഡ് എയർക്രാഫ്റ്റ് പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടിയുള്ള ടാങ്കറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ വ്യോമയാന ഭൂപടത്തിൽ കൊച്ചിയെ ഒരു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മെഗാ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളത്തിൽ റൺവേ കണക്ടിവിറ്റിയോടുകൂടിയുള്ള ഈ സംവിധാനം മാത്രമാണ്. വ്യോമയാന സുരക്ഷാ പരിശീലനങ്ങൾക്ക് ഇയാൾ നടത്തുന്ന മറ്റൊരു വിപ്ലവകരമായ ശുഭമാണ് 8 കോടി രൂപ ചെലവഴിക്കുന്ന പരിശീലനമായ പ്രവർത്തിക്കുന്ന സംവിധാനം അപകടകരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ സഹായിക്കും. ലോകത്തെ ഏത് വിമാനത്താവളവും ഇതിലൂടെ ഉയരും. ഈ പദ്ധതി വളരെ വേഗം ഇവിടെ സജ്ജമാകും. ഇന്ത്യയിൽ ആദ്യമായി ഒരു വിമാനത്താവളത്തിൽ സജ്ജമാക്കുന്ന അത്യാധുനിക നിർമ്മാണവും ഇന്ന് ആരംഭിക്കുകയാണ്. 3 കോടി രൂപയുടെ വിമാനത്താവളത്തിനുള്ള ജലാശയത്തിലോ കടലിലോ ഉണ്ടാകാനിടയുള്ള അപകട സാഹചര്യങ്ങളെ നേരിടാൻ രക്ഷാശക്തിയെ സജ്ജമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അങ്ങനെ വലിയ താമസമില്ലാതെ ഒരു സമ്പൂർണ്ണ ഏവിയേഷൻ ഇക്കോസിസ്റ്റമായി പരിവർത്തനപ്പെടും. അതിന്റെ ഘട്ടഘട്ടമായുള്ള ഈ വളർച്ച നാടിനാകെ അഭിമാനകരമാണ് എന്നത് നിർവഹിക്കുന്നത്. യൂറോപ്പ സ്പേസ് ഫണ്ടിന്റെ സന്തോഷപൂർവ്വം നാടിന് സമർപ്പിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം.